കേരള രാഷ്ട്രീയത്തിൽ വീണ്ടും ചർച്ചയായി മാറിയിരിക്കുകയാണ് പേഴ്സണൽ സ്റ്റാഫ് നിയമനവുമായി ബന്ധപ്പെട്ട പുതിയ വിവാദങ്ങൾ. പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക ക്ഷേമ വകുപ്പ് മന്ത്രി കെ.എ. തുളസിയുടെ പേഴ്സണൽ സ്റ്റാഫ് നിയമനത്തെ ചൊല്ലിയാണ് ഇപ്പോൾ ഭരണ പ്രതിപക്ഷ ചേരികളിൽ വാദപ്രതിവാദങ്ങൾ മുറുകുന്നത്. മന്ത്രിയുടെ ഔദ്യോഗിക വാഹനത്തിന്റെ ഡ്രൈവറായി ഡിവൈഎഫ്ഐ പ്രവർത്തകനെ നിയമിച്ചു എന്ന ആരോപണവുമായി യൂത്ത് കോൺഗ്രസ് രംഗത്തെത്തിയതോടെയാണ് വിവാദങ്ങൾക്ക് തുടക്കമായത്. സമരരംഗത്ത് സജീവമായി നിൽക്കുന്ന കോൺഗ്രസ് പ്രവർത്തകരെ പൂർണ്ണമായും അവഗണിച്ചുകൊണ്ട് മറുപക്ഷത്തുള്ള സംഘടനയിലെ ആളെ നിർണായക പദവിയിൽ നിയമിച്ചത് വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട് എന്നാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം ആരോപിക്കുന്നത്. പാലക്കാട് ജില്ലാ ജനറൽ സെക്രട്ടറി അടക്കമുള്ള നേതാക്കൾ പരസ്യമായി തന്നെ ഈ നിയമനത്തിനെതിരെ രംഗത്ത് വരികയും ഇത്തരം തീരുമാനങ്ങളുമായി മുന്നോട്ടു പോയാൽ മന്ത്രിമാരെ തെരുവിൽ തടയുമെന്ന തരത്തിലുള്ള കടുത്ത മുന്നറിയിപ്പുകൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഭരണപക്ഷത്തെ പ്രതിരോധത്തിലാക്കാൻ ഉയർന്നു വന്ന ഈ ആരോപണങ്ങളെല്ലാം തന്നെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ട് അതിശക്തമായ ഭാഷയിലാണ് മന്ത്രി കെ.എ. തുളസി ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. ഇത്തരം ആരോപണങ്ങൾ തീർത്തും അടിസ്ഥാനരഹിതവും രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടുള്ള വ്യാജ പ്രചാരണവുമാണെന്ന് മന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. ഒരു MLA ഓഫീസിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട സമയത്തു തന്നെ ബോധപൂർവ്വ വിവാദങ്ങൾ സൃഷ്ടിക്കാനുള്ള നീക്കമാണ് ഇതിന് പിന്നില് എന്നാണ് മന്ത്രിയുടെ പക്ഷം. നിലവിൽ തന്റെ ഡ്രൈവറായി നിയമിക്കപ്പെട്ടിട്ടുള്ള വ്യക്തി പാരമ്പര്യമായി തന്നെ കോൺഗ്രസ് കുടുംബത്തിൽ നിന്നുള്ള ആളാണ് എന്നും അദ്ദേഹത്തിന് ഇടതുപക്ഷ സംഘടനകളുമായി യാതൊരു ബന്ധവുമില്ല എന്നും മന്ത്രി ഉറപ്പിച്ചു തന്നെ പറയുകയും ചെയ്യുന്നുണ്ട്. ആരോപണങ്ങളുടെ മുനയൊടിക്കുന്നതിനായി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വസ്തുത കൂടി മന്ത്രി വാർത്താക്കുറിപ്പിലൂടെ ജനങ്ങൾക്ക് മുമ്പിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. നിലവിൽ വിവാദത്തിലായിരിക്കുന്ന ഈ ഡ്രൈവർ മുൻപ് ഷാഫി പറമ്പിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന കാലയളവിലും അതുപോലെ തന്നെ VK ശ്രീകണ്ഠൻ MP-യുടെ കൂടെയും ദീർഘകാലം വിശ്വസ്തനായി ഡ്രൈവറായി ജോലി ചെയ്തിരുന്ന വ്യക്തിയാണ് എന്ന് മന്ത്രി വ്യക്തമാക്കിയത്. കോൺഗ്രസിന്റെ മുൻനിര നേതാക്കളോടൊപ്പം വർഷങ്ങളോളം പ്രവർത്തിച്ച ഒരാളെയാണ് ഇപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് ഡിവൈഎഫ്ഐക്കാരനാക്കി ചിത്രീകരിക്കാൻ ചിലർ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായി കെട്ടിച്ചമച്ച ഈ കഥകൾക്ക് പിന്നിലെ യാഥാർത്ഥ്യം ജനങ്ങൾക്ക് ബോധ്യപ്പെടുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തിട്ടുണ്ട്. വിവാദങ്ങൾക്ക് പൂർണ്ണമായി വിരാമമിടാൻ തികച്ചും വിപ്ലവകരമായ ഒരു വെല്ലുവിളിയാണ് മന്ത്രി മുന്നിലേക്ക് വെച്ചിരിക്കുന്നത്. തന്റെ ഡ്രൈവർക്ക് ഡിവൈഎഫ്ഐയിൽ അംഗത്വമുണ്ടെന്ന് തെളിയിക്കുന്ന കൃത്യമായ രേഖകൾ ആർക്കെങ്കിലും ഹാജരാക്കാൻ സാധിച്ചാൽ അടുത്ത നിമിഷം തന്നെ അദ്ദേഹത്തെ പേഴ്സണൽ സ്റ്റാഫ് പദവിയിൽ നിന്ന് പുറത്താക്കാൻ താൻ തയ്യാറാണെന്നാണ് മന്ത്രി പരസ്യമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷം ഈ വിഷയം നിയമസഭയിലടക്കം സർക്കാരിനെതിരെ ആയുധമാക്കാൻ സാധ്യത നിലനിൽക്കെയാണ് മന്ത്രിയുടെ ഈ ശക്തമായ പ്രതികരണം. വരും ദിവസങ്ങളിൽ ഈ വെല്ലുവിളിക്ക് മുന്നിൽ ആരോപണം ഉന്നയിച്ചവർക്ക് കൃത്യമായ തെളിവുകൾ ഹാജരാക്കാൻ സാധിക്കുമോ, അതോ ആരോപണങ്ങൾക്ക് കേവലം രാഷ്ട്രീയ പുകയായി അവശേഷിക്കുമോ എന്നാണ് കേരള രാഷ്ട്രീയം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്.